കാലാവസ്ഥാ വ്യതിയാനം കൃഷിഭൂമികളെ തകർക്കുമ്പോൾ അതിജീവനത്തിന് പുതുവഴികൾ തേടുകയാണ് പത്തനംതിട്ട കല്ലൂപ്പാറയിലെ ഒരു കൂട്ടം കർഷകർ. അന്യനിന്നുപോയ കേരളീയ കാർഷിക വിളകളെ തിരികെ എത്തിക്കാനും സംരക്ഷിക്കാനുമായാണ് കല്ലൂപ്പാറ കർഷക കൂട്ടായ്മ വിത്തുവേലി ചന്ത സംഘടിപ്പിച്ചത്. മണിമലയാറിന്റെ തീരത്തുള്ള കറുത്ത വടശ്ശേരിക്കടവ് പാലത്തിന് സമീപത്തെ പച്ചത്തുരുത്തിലാണ് വിത്തുവേലി ചന്ത സംഘടിപ്പിച്ചത്. കാഴ്ചയിൽ ചെറുതാണെങ്കിലും വൈവിധ്യമാർന്ന നടീൽ വസ്തുക്കളാണ് ചന്തയിലുണ്ടായിരുന്നത്. കൂടാതെ തനത് കിഴങ്ങുവർഗ്ഗങ്ങൾ, ഔഷധ ഗുണമുള്ള പച്ചക്കറികൾ, അപൂർവ വൃക്ഷത്തൈകൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും നടന്നു. തനത് കിഴങ്ങ് വർഗ്ഗങ്ങളുടെയും പച്ചക്കറികളുടെയും വൃക്ഷങ്ങളുടെയും എല്ലാം നടീൽ വസ്തുക്കൾ കർഷകർക്ക് എത്തിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വിത്തുവേലി ചന്ത സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് കർഷക കൂട്ടായ്മ ഭാരവാഹി ലജു കല്ലു പറഞ്ഞു. പ്രധാനമായും നമ്മളിവിടെ കിഴങ്ങ് വിളകൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതിൽ കാച്ചിലുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എലിവാലം കാച്ചില്, ശീമക്കാച്ചില്, നീലക്കാച്ചില്, വെള്ളക്കാച്ചില്, കടുവാക്കയ്യം കാച്ചില്, പിന്നെ അടതാപ്പ്, ചൂലക്കാച്ചില്, ഇങ്ങനെ ഉള്ള കാച്ചിലുകളുണ്ട്. ഇവയ്ക്കൊക്കെ വ്യത്യസ്ത രുചിയും വ്യത്യസ്ത മണവും ഒക്കെയുള്ള ഇതാണ്. അവയുടെ ഗുണനിലവാരത്തിന്റെ കാര്യത്തിലും പ്രത്യേകതയുണ്ട്. ഇതൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിൽ പുതിയ തലമുറയ്ക്ക് കേട്ടുകേൾവി മാത്രമായിരുന്നു. ഇത് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ട പലരും ഇത് കേട്ടിട്ടുണ്ടെന്നല്ലാതെ കണ്ടിരുന്നില്ല. ഭാവിയിൽ ഇത് കൂടുതൽ വിപുലമായി നടത്തുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അതിനായി ഗ്രാമപഞ്ചായത്തുമായി നമ്മൾ സംസാരിച്ചിരുന്നു, മറ്റ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളോട് സംസാരിച്ചിരുന്നു. അപ്പം ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് സംസാരിച്ചു. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭാവിയിൽ കിഴങ്ങ് വിളകളുടെ ഒരു സംരക്ഷിത ഗ്രാമം എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് കല്ലൂപ്പാറയെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനും സംസ്ഥാനത്ത് ഉടനീളം ഉള്ള ആളുകൾക്ക് ഈ ഒരു ഗ്രാമത്തിന്റെ പ്രവർത്തനം പ്രചോദനമാകുകയും ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചന്തയിലെ മറ്റൊരു ആകർഷണമായിരുന്നു മലബാറിലെ വീട്ടുവളപ്പിൽ നിന്നും കണ്ടെത്തിയ അപൂർവമായ രുദ്രാക്ഷ പ്ലാവുകൾ. 150ഓളം വിത്തുകൾ പാകിയതിൽ നിന്നും ലഭിച്ച 40 തൈകൾ മാത്രമാണ് വിൽപ്പനയ്ക്കായി ഒരുക്കിയത്. അതിനാൽ തന്നെ ആവശ്യക്കാർ ഏറെയുണ്ടായിരുന്ന ഈ തൈകളുടെ വിൽപ്പനയിൽ കടുത്ത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. വരും തലമുറയ്ക്ക് വിഷമില്ലാത്ത ഭക്ഷണവും പ്രകൃതിയോടിണങ്ങിയ കൃഷിരീതിയും പകർന്നു നൽകാനുള്ള കല്ലൂപ്പാറയിലെ ഈ കർഷകരുടെ പ്രയത്നത്തിന് വലിയ പിന്തുണയാണ് കൃഷിവകുപ്പിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ലഭിച്ചത്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.